ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ്. പരമാവധി ശിക്ഷ കേരളത്തിൽ ഇപ്പോഴും പരമാവധി ശിക്ഷ വിധിച്ച കുറെ ആളുകൾ ജയിലിലുണ്ട്, നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. പല ആളുകൾക്കും വധശിക്ഷ ലൈഫ് സെന്റൻസ് ആക്കി കുറയ്ക്കാൻ കഴിഞ്ഞു, അപ്പലേറ്റ് കോടതികളിൽ പോയി. ഇതിനകത്തിപ്പോ തുടർ നിയമ സാധ്യത എന്തൊക്കെയാണ് സൈഫ് ഗ്രീഷ്മയ്ക്ക് മുമ്പിലുള്ളത്? അവർക്ക് വേണമെങ്കിൽ വിചാരിക്കാമല്ലോ, ഇതിപ്പോ ഒരു വിചാരണ കോടതിയുടെ വിധിയാണ്. മുകളിൽ പോയി വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റിയ പല ആളുകളും ഉണ്ട്. നമുക്കറിയാവുന്ന പോലെ ഈ തൃശ്ശൂരിലെ ഒരു കൊലപാതക കേസിൽ പോലും സുപ്രീം കോടതിയിൽ പോയി സൗമ്യ കൊലക്കേസിൽ വധശിക്ഷ ചുരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവരുടെ മുമ്പിലുള്ള നിയമസാധ്യതകൾ എന്തൊക്കെയാണ്? നിഷാദ്, ഇനിയിപ്പോൾ നേരെ ഹൈക്കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ് ഗ്രീഷ്മയ്ക്ക് മുന്നിലുള്ള ഏകമാർഗം. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ശിക്ഷ വിധിക്കപ്പെടുന്ന, അപ്പോൾ ജീവപര്യന്തമായാലും വധശിക്ഷയായാലും ശിക്ഷ വിധിക്കപ്പെടുന്നയാൾ ഹൈക്കോടതിയിലേക്ക് പോകുക എന്നുള്ളതൊരു സാധാരണ നടപടിക്രമമാണ്. ഇനി ഹൈക്കോടതിയിലേക്ക് പോയാൽ അത് വേഗമൊന്നും പരിഗണിക്കില്ല, കുറച്ച് കാലമൊക്കെ കഴിയും. 1, 2, 3 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് പരിഗണിക്കുകയും അതിനകത്ത് വാദം കേട്ട് ഹൈക്കോടതി അതിന്റെ തീർപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ തീർപ്പ് വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചാൽ സർക്കാരിന് വേണമെങ്കിൽ അതിന് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം. എന്തായാലും നിയമവഴികൾ ഗ്രീഷ്മയ്ക്ക് മുന്നിലുണ്ട്. പക്ഷേ സമൂഹത്തിന് ഒരു സന്ദേശം നൽകുക എന്ന് കോടതി പറഞ്ഞുകൊണ്ടാണ് ഈ വധശിക്ഷ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി കാണാൻ കഴിയുന്നത് നിഷാദ്, ഈ സമീപകാലത്തൊന്നും, എൻ്റെ ഓർമ്മയിൽ ഇല്ലാത്തതാണോ എന്നറിയില്ല, പക്ഷേ ഈ സമീപകാലത്തൊന്നും കേരളത്തിൽ ഒരു സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധിച്ചതായി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ ഈ സമീപകാലത്തൊന്നും അങ്ങനെ ഒരു സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. അതായത് അതീവ ക്രൂരകൃത്യമായി റയറസ്റ്റ് ഓഫ് ദ റയർ കാറ്റഗറിയിലാണ് ഈ കേസിനെ കോടതിപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഈ വധശിക്ഷ നൽകാവൂ എന്ന് കൃത്യമായി തന്നെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി, നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഷാരോൺ രാജ് എന്ന ചെറുപ്പക്കാരനെ സ്വന്തം കാമുകി വിഷം കൊടുത്ത് കൊന്ന സംഭവത്തെ അപൂർവങ്ങളിൽ അപൂർവമായി കാണുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമായി എന്തുകൊണ്ട് താൻ അതിനെ കാണുന്നു എന്ന് 586 പേജുള്ള വിധിന്യായത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിശ്വാസവഞ്ചനയാണ് അംഗീകരിക്കാൻ കഴിയാത്ത കുറ്റകൃത്യം ചെയ്തു. എല്ലാ എതിർവാദങ്ങളെയും നിരാകരിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ ജഡ്ജ് കഷായത്തിൽ വിഷം കലക്കി കാമുകനെ കൊന്ന കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുകയാണ്. ഇനി ഗ്രീഷ്മയുടെ മുമ്പിലുള്ള നിയമവഴി ഹൈക്കോടതിയിൽ പോവുക എന്നതാണ്. ഈ ശിക്ഷ ഇത്രയും താൻ അർഹിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിക്ഷ ഇളവ് നേടാൻ പരിശ്രമിക്കുക എന്നതാണ്. ആയാലും വധശിക്ഷ ഉടൻ നടപ്പിലാക്കുന്നതിലേക്കൊന്നും പോകാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് പരിമിതികളുണ്ട്. ഇനിയും അവരുടെ മുമ്പിലും ഓപ്ഷൻസ് ഉണ്ട്. അവർ ഹൈക്കോടതിയിൽ പോകണം. ഹൈക്കോടതിയിൽ നിന്ന് ഇനിയിപ്പോൾ ഇത് ശരിവെക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം. സുപ്രീം കോടതിയും ശരിവെക്കുകയാണെങ്കിൽ അവർക്ക് ഇനി ഇന്ത്യൻ പ്രസിഡന്റിന് ദയാഹർജി നൽകാം. അങ്ങനെ പലതരത്തിലുള്ള സാധ്യതകൾ മുന്നിലിരിക്കെ അവരെ ഇപ്പോൾ ഉടനെ തൂക്കിലേറ്റുക പോലെയുള്ള നടപടികളിലേക്ക് എന്തായാലും പോവില്ല. ഇപ്പോൾ ഈ വധശിക്ഷ സമീപകാലത്ത് പ്രഖ്യാപിച്ച് വധശിക്ഷ നടപ്പിലാക്കപ്പെടാതെ ഇപ്പോഴും ജയിലുകളിൽ കഴിയുന്നവരുണ്ട്. ഇപ്പോൾ ജയിലിലേക്ക് പോയാലുള്ള സവിശേഷത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു കാലത്തും ഇനി പരോൾ കിട്ടില്ല. വധശിക്ഷ വിധിക്കപ്പെട്ട ആളുകൾക്ക് പരോൾ അനുവദിക്കാൻ പാടില്ല എന്നതാണ് ചട്ടം. അതുകൊണ്ട് അവർക്ക് വധശിക്ഷ കിട്ടില്ല, പരോൾ കിട്ടില്ല. ജയിലിലെ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവിടെ അവർക്ക് പ്രവർത്തിക്കേണ്ടി വരും. ഒന്നു മാത്രമല്ല, മറ്റ് തടവുകാർക്കൊപ്പം കഴിയേണ്ടി വരും. അതായത് ഈ രാഷ്ട്രപതി ഒരു ദയാഹർജി തള്ളിയാൽ മാത്രമാണ് അവർക്ക് ആ ബ്ലാക്ക് വാറന്റ് കാലഘട്ടത്തിൽ മാത്രമാണ് ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ കഴിയേണ്ടി വരിക. എന്തായാലും അവരുടെ ജയിൽവാസം കൂടുതൽ കർക്കശമായിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ ഈ വധശിക്ഷ സമീപകാലത്ത് വിധിച്ചവരുടെ കണക്കെടുത്ത് പരിശോധിക്കാൻ പോയാൽ ബീഹാർ സ്വദേശിയായ അസ്ഫ കാലം, 5 വയസ്സുകാരിയായ ബീഹാറി സ്വദേശിയായ പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്ന് ചാക്കിൽ കെട്ടിവെച്ച കേസിലെ പ്രതി അസ്ഫ കാലത്തിന് കോടതി വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിലെ ജിഷ കൊലക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാം, അസം സ്വദേശിയായ പ്രദീപ് ബോറ, രാജേഷ് കുമാർ, ആര്യ കൊലക്കേസിലെ പ്രതികൾ, അമീറുൽ ഇസ്ലാമിനും ആര്യ കൊലക്കേസിലെ പ്രതികൾക്കുമെല്ലാം കോടതി വധശിക്ഷ വിധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. ഒരുമനയൂർ കൂട്ടക്കൊലക്കേസിലെ പ്രതി രജികുമാറിന് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടില്ല. മാവേലിക്കരയിലെ സ്മിത വധക്കേസിലെ പ്രതി വിശ്വരാജന് കോടതി വധശിക്ഷ വിധിച്ചിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിലെ നിനോ മാത്യു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയാണ്, നടപ്പിലാക്കിയിട്ടില്ല. കോളിയൂർ കൊലക്കേസിലെ പ്രതി അനിൽകുമാർ, വണ്ടിപ്പെരിയാറിൽ യുവതിയെയും മകളെയും പീഡിപ്പിച്ച് കൊന്ന കേസിലെ പ്രതി രാജേന്ദ്രൻ, ഉത്തർപ്രദേശുകാരനായ നരേന്ദ്രകുമാർ, അതായത് മണ്ണാർക്കാട്ട് 2015 ലാലപ്പൻ, പ്രസന്നകുമാരി, പ്രവീൺ ലാൽ എന്നിവരെ കൊന്ന കേസിലെ പ്രതി ഉത്തർപ്രദേശുകാരനായ നരേന്ദ്രകുമാറിന് വധശിക്ഷ വിധിച്ചതാണ് ഈ സമീപകാലത്ത്. പക്ഷേ അത് നടപ്പിലാക്കിയിട്ടില്ല. മകളുടെ കൂട്ടുകാരിയായ 9 വയസ്സുകാരിയെ കൊന്ന കേസിലെ പ്രതി നാസർ, ഒപ്പം സ്ത്രീയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി അബ്ദുൽ ഗഫൂർ, കുണ്ടറ ആലീസ് വധക്കേസിലെ പ്രതി ഗിരീഷ് കുമാർ, ജറ്റ് സന്തോഷ് വധക്കേസിലെ പ്രതി സോജു അനിൽകുമാർ എന്നിവർ, തിരുച്ചിറപ്പള്ളി സ്വദേശി എറണാകുളത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന കേസിലെ 3 പേരെ കൊന്ന കേസിലെ പ്രതി എഡിസൺ,
അപ്പോൾ ഉരുട്ടിക്കൊലക്കേസിലെ പ്രതി ജിദ്ദകുമാർ ഇവർക്കൊക്കെ വധശിക്ഷ കോടതി വിധിച്ചുവെങ്കിലും ഇവരുടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല എന്ന കാര്യം ഓർക്കണം. കേരളത്തിൽ 3 പതിറ്റാണ്ട് മുൻപാണ് ഏറ്റവും അവസാനം വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. 15 പേരെ കൊന്ന കേസിലെ പ്രതി റിപ്പർ ചന്ദ്രനെ 1991 ജൂലൈയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത്. അതിനുശേഷം കേരളത്തിൽ ഈ വധശിക്ഷാ നടപടികൾ, തൂക്കിലേറ്റലുകൾ നടന്നിട്ടില്ല. നടപടിക്രമങ്ങൾ വൈകുന്നു. ഇപ്പം നേരത്തെ സെയ്ഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിചാരണ കോടതി വിധിക്കെതിരെ ഗ്രീഷ്മ ഇനി ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. ഹൈക്കോടതി അടിയന്തര പ്രാധാന്യത്തോടെ ആ കേസെടുക്കാൻ പോകുന്നില്ല. 1-2 വർഷം കഴിഞ്ഞേക്കാം, ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് കഴിയുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ ലൈഫ് സെന്റൻസിലേക്ക് ഇപ്പോഴത്തെ ക്യാപിറ്റൽ പണിഷ്മെന്റ് മാറ്റുകയാണെങ്കിൽ സർക്കാർ അപ്പീൽ പോകും. ഇനിയിപ്പോൾ ഈ കോടതി വിധി ശരിവെക്കുകയാണെങ്കിൽ അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും. ഒരു വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സിന് ശേഷം മാത്രമേ ഇതിൽ വധശിക്ഷ വേണമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സുപ്രീം കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കുമോ, സമാന കേസുകൾ ഇത്തരം ശിക്ഷകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമൊക്കെ പരിഗണിക്കണം. അപ്പോൾ അതുകൊണ്ട് ഗ്രീഷ്മയെ സംബന്ധിച്ച് അവരുടെ കോൺഫിഡൻസിന്റെ ഒരു ആധാരം ഇനിയും തന്റെ മുമ്പിൽ നിയമവഴികൾ ബാക്കി കിടക്കുന്നുണ്ടല്ലോ എന്നത് ആയിരിക്കണം.